ഹലോ, ഗുഡ് മോർണിംഗ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ ഫെഡാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് 4 ടയർ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈമറി ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. ഓക്കെ, പ്രൈമറി ലെവൽ പ്രൈമറി കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സും, ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സും, സ്റ്റേറ്റ് ലെവലിൽ വരുന്നതാണ് കൺസ്യൂമർ ഫെഡ്. ഓക്കെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ. Consumer Fed is a federation of the district wholesale stores in a state. Consumer Fed is a federation of the district wholesale stores in the state. ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളുടെയും ഒരു ഫെഡറേഷനാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ഇൻ 1965. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എറണാകുളം. It is also an apex society of the consumer stores in the state. ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന കൺസ്യൂമർ സ്റ്റോർസിൻ്റെ ഒരു അപ്പെക്സ് സൊസൈറ്റി, ഒരു ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റിനകത്ത് വരുന്ന, സംസ്ഥാനത്തിനകത്ത് വരുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളുടെയും ഒരു ഫെഡറേഷനാണിത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1965 ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ് അറ്റ് എറണാകുളം. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ കൺസ്യൂമർ ഫെഡ് ഈസ് ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിൽ മൊത്തമാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന, ഒരു സംസ്ഥാനത്തിനകത്ത് വരുന്ന അപ്പെക്സ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിനകത്ത് മൊത്തമായിരിക്കും അതിൻ്റെ പ്രവർത്തന ഏരിയ എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത്, എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. ദെൻ മെമ്പർഷിപ്പ് ഓൾ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് എന്നാണ്. അവിടെ ഒരു ES കുറഞ്ഞ് പോയിട്ടുണ്ട്, നോക്കണം. ഓൾ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് ആണ് ഫസ്റ്റ് മെമ്പർ. ദെൻ ദ ഗവൺമെൻറ്. ഇതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിനകത്തെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളും കൺസ്യൂമർ ഫെഡിൽ മെമ്പേഴ്സായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റും മെമ്പേഴ്സായിരിക്കും, മെമ്പർഷിപ്പ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് 4 പോയിൻ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിൻറ്റ്, ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ ദ പ്രോപ്പർ സ്റ്റോറേജ്, പാക്കേജ്, ഗ്രേഡിംഗ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ടു ദ കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് മിഡിൽ ക്ലാസ് പീപ്പിൾസിന്, അല്ലെങ്കിൽ ഏറ്റവും വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ലീസ്റ്റ് പ്രൈസിന്, അല്ലെങ്കിൽ ഏറ്റവും ഫെയർ ആയിട്ടുള്ള പ്രൈസിന് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രോപ്പർ സ്റ്റോറേജ് അറേഞ്ച് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള പാക്കിംഗ് നടത്തുക, ഗ്രേഡിംഗ് നടത്തുക, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് പറയുന്നത്. സെക്കൻഡ്, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. രണ്ടാമത്തെ ഒരു കാര്യം, കൺസ്യൂമേഴ്സ് ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് നടത്തുക, അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് കൺസ്യൂമേഴ്സ് ഫെഡിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റ്. ഓക്കെ, കൺസ്യൂമേഴ്സിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്ത് കൺസ്യൂമർ ഫെഡ് തന്നെ നേരിട്ട് മാനുഫാക്ചറിങ് നടത്തുകയും അതിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിനുള്ള യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് നടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, കൺസ്യൂമേഴ്സ് ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുക. ദെൻ തേർഡ്, ടു റെൻഡർ ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അതർ അസിസ്റ്റൻസ് ടു അഫിലിയേറ്റഡ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ്. തേർഡ് പോയിൻ്റ് അതാണ്, ടു റെൻഡർ ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള അസിസ്റ്റൻസുകൾ എന്തൊക്കെയാണോ അത്തരത്തിലുള്ള അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടു റെൻഡൽ ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അതർ അസിസ്റ്റൻസ് ടു affiliated stores. Initial
സ്റ്റേജിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസ്യൂമർ ഫെഡ് സ്റ്റേറ്റ് ലെവലിലെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളും അതിൽ മെമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾക്കും ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഫോർത്ത്, ടു മേക്ക് ബൾക്ക് പർച്ചേസ് ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഫ്രം വിത്തിൻ ദ സ്റ്റേറ്റ് ഓർ ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റേറ്റ് മെയിൻലി supplied to the affiliated wholesale stores എന്നാണ്. മെയിൻലി ടു സപ്ലൈഡ് ടു ദ അഫിലിയേറ്റഡ് ഹോൾസെയിൽ സ്റ്റോർ. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളെല്ലാം തന്നെ കൺസ്യൂമർ ഫെഡിൽ അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കൺസ്യൂമർ ഫെഡിൽ അഫിലിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾക്കും ആവശ്യമായിട്ടുള്ള കൺസ്യൂമേഴ്സ് ഗുഡ്സ് കേരളത്തിനകത്ത് നിന്നോ പുറത്തു നിന്നോ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് പ്രവർത്തിക്കുന്നതിന് ചില പരിമിതികളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികൾ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ ഫെഡ് സ്റ്റേറ്റിനകത്ത് നിന്നോ അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റേറ്റിന് പുറത്തു നിന്നോ കൺസ്യൂമേഴ്സ് ഗുഡ്സ് ബൾക്കായിട്ട് വാങ്ങിക്കും. ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ പ്രോഡക്റ്റുകൾക്ക് വളരെ കുറഞ്ഞ വിലക്ക് കിട്ടും. ഓക്കെ, നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കുന്നതും ബൾക്കായിട്ട് വാങ്ങിക്കുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട് പ്രൈസിനകത്ത്. അപ്പം കൺസ്യൂമർ ഫെഡ് എന്ത് ചെയ്യുന്നു, കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൺസ്യൂമേഴ്സ് ഗുഡ്സ് ബൾക്കായിട്ട് നേരിട്ട് വാങ്ങിക്കുകയും ആ വാങ്ങിച്ച സാധനങ്ങൾ ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾക്കും കൊടുക്കുകയും ചെയ്യുന്നു. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾ അതെന്ത് ചെയ്യും, അത്തരത്തിൽ കിട്ടുന്ന കൺസ്യൂമർ ഫെഡിൽ നിന്ന് കിട്ടുന്ന കൺസ്യൂമേഴ്സ് ഗുഡ്സ് പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസിന് വിതരണം ചെയ്യും. പ്രൈമറി ഹൗസിംഗ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സോ ടു ബൾക്ക് പർച്ചേസ് ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഫ്രം വിത്തിൻ ദ സ്റ്റേറ്റ് ഓർ ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റേറ്റ് മെയിൻലി ടു സപ്ലൈഡ് ടു ദ അഫിലിയേറ്റഡ് ഹോൾസെയിൽ സ്റ്റോർസ്. ഇതാണ് 4 ഒബ്ജക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫണ്ട്സാണ്. ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് കൺസ്യൂമർ ഫണ്ടിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നത്? ഫസ്റ്റ് വൺ, ഷെയർ ക്യാപിറ്റൽ ഫ്രം ദ മെമ്പേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ്. കൺസ്യൂമർ ഫണ്ടിൽ 2 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളും കൺസ്യൂമർ ഫണ്ടിൽ മെമ്പേഴ്സായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ മറ്റൊരു മെമ്പറായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ. ഇതാണ് ഒന്നാമത്തെ ഫണ്ടിൻ്റെ മാർഗം. രണ്ടാമത്തെ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ കോപ്പറേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബാങ്കാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ആ രീതിയിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും കിട്ടുന്ന സഹായം. ദെൻ ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ദ ഗവൺമെൻറ് നൽകുന്ന ഗ്രാൻറ്റും സബ്സിഡികളും. ഇതാണ് 3 ഫണ്ടിങ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ഫ്രം മെമ്പേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ദ ഗവൺമെൻറ്. ഓക്കെ, നെക്സ്റ്റ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി നമുക്ക് അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.